ഞാൻ ചെയ്തതിൽ ഞാൻ ടിനിയോട് ക്ഷമ ചോദിച്ചു. ടിനി ആ കാര്യത്തിൽ ഞാൻ ടിനിയോട് വളരെ സ്നേഹം പ്രകടിപ്പിക്കുന്നു. ടിനി അത് മാപ്പാക്കി. പോട്ടെ, സാരമില്ല, വിട്ട്. അത് അയാൾക്ക് മനസ്സിലായി. അയാളുടെ അച്ഛൻ്റെ അല്ല ഞാൻ പറഞ്ഞത്, ഒരു പദമായിട്ട് പറഞ്ഞു പോയതാണ്. അത് മാറ്ററും തീർന്നു. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തമ്മിത്തല്ല്, അത് തന്നെ അടി, വേളം, വഴക്ക്, നാട്ടുകാർക്ക് ചിരിക്കാൻ ഒരു സന്ദർഭവും സാഹചര്യവും അവരായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. കുറെ കോമാളി, സത്യമായിട്ടും കുറെ കോമാളികൾ വന്ന് അതിനുള്ളിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയലും ചീത്ത പറയലും. ഇപ്പൊ ഞാനൊക്കെ വളരെ ആ 2 തവണ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വായിന്ന് 2 അസഭ്യം വന്നുപോയി. ഇപ്പൊ ഞാനൊക്കെ സ്വയം എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ വലിയ പുണ്യാളനാണ്. ആക്ച്വലി ഈ 502 മെമ്പേഴ്സിന്റെ ഒരു മിസ്റ്റേക്ക് അല്ലായിരുന്നോ ഇങ്ങനത്തെ ഒരു ഭരണസമിതി? കാരണം 10 കോടിയോളം ഒരു ബാക്കപ്പ് ഉള്ള ഇത്രയും വലിയൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷനെ നയിക്കാൻ, ഈ ഞാൻ പേരെടുത്ത് പറയല്ല, നമ്മൾക്ക് അറിയുന്നപ്പോൾ അതിലെ മെമ്പേഴ്സിനെ നോക്കൂ, ഒന്ന് എടുത്തു നോക്കിയാൽ പ്രായം കൊണ്ട് വളരെ ചെറുപ്പമുള്ള ഇത്രയും ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് അതിന്റെ തലപ്പത്ത് വെക്കുമ്പോ ഇക്കേനെ പോലെയുള്ള മുതിർന്ന ആൾക്കാരെങ്കിലും അതിനെ എതിർക്കേണ്ടതായിരുന്നില്ലേ? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിനകത്ത് എന്ത്, ഞാൻ ഒരാൾക്ക് 506 പേരെ എതിർക്കാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തൊക്കെ ചെയ്യായിരുന്നു? എനിക്ക് അവിടെ ഒന്നും ചെയ്യാനുള്ള, ഞാൻ എതിർക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, എൻ്റെ ശബ്ദമൊന്നും അവിടെ ഏൽക്കാറില്ല. ഞാൻ വെറുതെ ചില സമയത്ത് ഫീൽ എന്തിനാണ് അനാവശ്യമായിട്ട് നമ്മൾ ഇതിന്റെ പുറകെ പോകുന്നത്? പൊന്നുരുക്കുന്നിടത്തേക്ക് പൂച്ചയ്ക്ക് എന്ത് കാര്യമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് ചില സമയത്ത്. ഉരുക്കട്ടെ, അവരെന്താന്ന് വെച്ച് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു, ഒരു കമ്മിറ്റി ആയിട്ട് ഇരിക്കുമ്പോൾ ഇത് എന്താണിത്? ഒരു ഒരു ട്രഷററിന് ഒരു കുറ്റം പറ്റി, ഉണ്ണി ശിവപാലിന്, എന്നാൽ ഉടനെ അയാളെ വിളിച്ചിട്ട് നീ ലീവിന് പോയിക്കോ. അപ്പൊ അയാൾ ലീവിന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ആര് നോക്കും? ഇത് ട്രഷറർ ഉണ്ടെങ്കിലല്ലേ സാമ്പത്തികം കറക്റ്റായിട്ട് നോക്കാൻ പറ്റൂ. അയാൾ ലീവിന് പോയി, പോയിട്ട് അയാൾ തിരിച്ചു വന്ന് എന്ത് ചെയ്ത്? അതൊക്കെ ഒന്ന് ശരിപ്പെടുത്തിയിട്ട് വേണ്ടേ ഒരു ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കാൻ? എന്തിനാ ധൃതി പിടിച്ച് വിളിച്ചത്? ലെറ്റ് ദം ടേക്ക് ടൈം. ഇപ്പം ശ്വേത പറഞ്ഞു ഒരു 45 ഡേയ്സ് കൂടി എനിക്ക് ടൈം തരണം. ആ 45 ഡേയ്സ് നേരത്തെ എടുക്കായിരുന്നില്ലേ? എടുത്തിട്ട് വേണ്ടായിരുന്നോ ഒരു മീറ്റിംഗ് വെക്കാൻ? 1 മാസം താമസിച്ചെന്നുകൊണ്ട് എന്ത് പറ്റാൻ പോകുന്നു? ഒന്നും പറ്റാൻ പോകുന്നില്ല. 1 മാസം കഴിഞ്ഞ് മീറ്റിംഗ് വെക്കായിരുന്നു. ഉണ്ണി ശിവപാൽ എന്താ ചെയ്ത്? ചതിവല്ല ചെയ്ത്, ചതിവാണ്. ഞാൻ അവിടെയും വിളിച്ചു പറഞ്ഞു, ഉണ്ണി എൻ്റെ അനുജനാണ്, എൻ്റെ സുഹൃത്താണ്, എങ്കിലും ഞാൻ പറയുന്നു ഉണ്ണി ചതിവാണ് കാണിച്ചത്. ഉണ്ണി ഒരു കമ്മിറ്റിയിൽ ഒരു അംഗമായി ഇരുന്നിട്ട് അവരെന്തും ചെയ്തോട്ടെ, ഉണ്ണിക്ക് ഉണ്ണിയുടെ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, ഒരു ഇൻഡിവിജ്വാലിറ്റി ഇല്ലേ? വൈ ഷുഡ് യു ബിക്കം വൺ ഓഫ് ദം? ഉണ്ണി എന്താ ചെയ്യേണ്ടിരുന്നത്? ആ കണക്കുകൾ നേരെയാക്കി ഉണ്ണി ട്രഷറായിട്ടിരിക്കുമ്പോൾ ഉണ്ണിയുടെ സ്ഥാനം സേഫ് ഗാർഡ് ചെയ്യാം. ഞാൻ ട്രഷറാണ്, എൻ്റെ സൈഡിൽ നിന്ന് കണക്കുകൾ ബോധിപ്പിക്കാനുണ്ട്, ഇതാണ്, എന്നാ ഓഡിറ്ററുടെ കൊടുത്തു, ഇത് ഞാൻ എൻ്റെ കടമ പൂർത്തീകരിച്ചു. He would have been the finest person. You would have been the finest person. Even I never would have had the opportunity to speak like this against him. I am not his enemy. On record, but I am not anybody's enemy. എനിക്ക് ആരോടും ഒരു വ്യക്തിവൈരാഗ്യമില്ല. ഞങ്ങൾ ഉണ്ണീനായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ണി ശിവപാലിനായിട്ട് സംസാരിച്ചപ്പോ ഉണ്ണി ശിവപാൽ പറയുന്നത് അക്കൗണ്ട്സിലോട്ടുള്ള ആക്സസ് അയാൾക്ക് കട്ട് ചെയ്തു എന്നാണ്. അതൊക്കെ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കോർട്ടിനെ അപ്രോച്ച് ചെയ്തൂടെ, അല്ലെങ്കിൽ അയാൾക്ക് ലീഗലി അപ്രോച്ച് ചെയ്തൂടെ? അല്ലെങ്കിൽ ഇത് തലപ്പൊട്ടിരിക്കുന്ന വലിയ വലിയ ആൾക്കാരുണ്ടല്ലോ, അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം. അവരെ അറിയിച്ചെങ്കിൽ അവരെന്തുകൊണ്ട് അതിനൊരു തീരുമാനമെടുത്തു? അതാണ് അദ്ദേഹം പറയുന്നത്. ആരും അതിനോട്ട് വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റും എടുത്തില്ല. മാത്രമല്ല, അദ്ദേഹം പറയുന്ന ഒരു വലിയൊരു കംപ്ലൈന്റ് ഉണ്ട്. ഈ ജനറൽ ബോഡി മീറ്റിംഗിന്റെ അന്ന് പകുതി വെച്ചിട്ട് ശ്വേതാമേനോൻ ഇറങ്ങി രാജിവെച്ചു. ഞാൻ നയിച്ചിരുന്ന ട്രഷറർ അബ്സ്കോണ്ടിങ് ആണെന്ന് പറയുന്നു മീഡിയയുടെ മുന്നിൽ വന്നിട്ട്. ഉണ്ണി ശിവപാൽ പറയുന്നത് അന്ന് ഓൺലൈൻ മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ എങ്ങനെ ശ്വേതാമേനോൻ വന്നിട്ട് മീഡിയയുടെ മുന്നിൽ പറയുന്നു ഞാൻ അബ്സ്കോണ്ടിങ് ആണെന്ന്? ചോദ്യം ശരിയാണോ? അതിന്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല. ഇതാരാ ശരി ആരാ തെറ്റെന്ന് പറഞ്ഞാൽ 2 വർഷവും നമ്മൾ കേൾക്കണമല്ലോ. ഞാൻ ശ്വേതയായിട്ട് സംസാരിച്ചിട്ടില്ല, ഉണ്ണിയായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല, ഉണ്ണി എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. ജനറൽ ബോഡി മീറ്റിംഗിൽ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഉണ്ണി അവിടെ ഓൺലൈനിൽ ഉണ്ടായിരുന്നോ? ഓൺലൈനിൽ ഉണ്ടായിരുന്നില്ല. ഉണ്ണി പേഴ്സണലി വാസ് പ്രസന്റ്. ഓൺലൈൻ ആ മീറ്റിംഗിൽ ഉണ്ണി ഉണ്ടായിരുന്നു. ഉണ്ണി അവിടെ വന്ന് മൈക്ക് സംസാരിച്ചു പല കാര്യങ്ങളും. അങ്ങനെയാണെങ്കിൽ പിന്നെ ശ്വേത എങ്ങനെ പബ്ലിക് മീഡിയയുടെ മുന്നിൽ വന്ന് പറയുന്നു ട്രഷർ അബ്സ്കോണ്ടിങ് ആണെന്ന്? അപ്പൊ ശ്വേത കള്ളം പറയുകയാണോ? അതെനിക്കറിയില്ല. അബ്സ്കോണ്ടിങ് ആണോ, അയാളെ ലീവിൽ വിട്ടതാണോ, അയാളുടെ എന്തോ ഒരു സ്റ്റാഫായിട്ട് എന്തോ ഒരു വിഷയം ഉണ്ടായിരുന്നു, എന്തോ
അത് വേറൊരു കംപ്ലൈന്റ് നിൽക്കുന്നു. ഇതൊന്നും വ്യക്തമല്ല, ഒന്നും വ്യക്തമല്ല. വ്യക്തമാക്കാനിരിക്കുന്നു, ഒരു എൻക്വയറി വെക്കേണ്ടിയിരിക്കുന്നു. ഇത് ഓരോരോ ആൾക്കാരെ നമ്മളെങ്ങനെ ഇത് വെള്ളത്തിനകത്ത് ഇടാണ്ട് ഇതിന്റെ എന്താന്നുള്ളത് മനസ്സിലാവുമല്ലോ. നല്ലത് മുകളിലേക്ക് കയറി വരും, താഴത്തേക്ക് ചീഞ്ഞത് താഴത്തേക്ക് പോകും. വെള്ളത്തിൽ ആരിടും, ആര് നോക്കും? ഉണ്ണി ശിവപാലിനെ ബ്ലെയിം ചെയ്തതായിട്ട് എനിക്ക് തോന്നി, ഉണ്ണി ഇട്ടിട്ട് പോയി എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ സംസാരിച്ചിരുന്നു ഇന്നലെ. അപ്പം അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് അക്കൗണ്ട്സിലോട്ടുള്ള ആ ആക്സസ് അവർ കട്ട് ചെയ്തു. സോ അദ്ദേഹത്തിന് കൂടുതലായിട്ട് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ആ ജനറൽ ബോഡി മീറ്റിംഗിൽ കൃത്യമായിട്ട് ഇതിന് ഒബ്ജക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ, കൃത്യമായിട്ടൊരു അക്കൗണ്ടിങ് പാറ്റേൺ അദ്ദേഹം AMMയിൽ കൊണ്ടുവന്നു. വൗച്ചേഴ്സ്, RTGSന്റെ പേയ്മെന്റ് പോകുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ്, ഇങ്ങനെ കൃത്യമായിട്ടൊരു ചിട്ട അവിടുത്തെ അക്കൗണ്ട്സിൽ കൊടുന്നപ്പോൾ ചില വ്യക്തികൾക്ക് ഉണ്ണിയോടൊരു വിരോധമുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. ഇതിനോട് നാസർക്ക് എങ്ങനെ പ്രതികരിക്കുന്നു? അത് ഉണ്ണിയുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. വാട്ട് വെൻ ബിഹൈൻഡ് ക്ലോസ് ഡോർസ് ഐ ഡു നോട്ട് നോ, ഐ ഹാവ് നോട്ട് സീൻ. ആ വാതിലിന് ഇടയിൽ കൂടെ അല്ലെങ്കിൽ ആ കീ ഹോളിൽ കൂടെ ഞാൻ നോക്കിയിട്ടില്ല അവിടെ എന്താ സംഭവിക്കണമെന്നുള്ളത്. എനിക്കറിയാത്തൊരു കാര്യത്തിനെ കുറിച്ച് ഞാൻ എന്ത് വ്യക്തി അഭിപ്രായം പറയാനാണ്? ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതിൽ ആരാ ശരി ആരാ തെറ്റെന്നുള്ള എല്ലാവർക്കും, ഞാനടക്കം ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സിനും ഒരു കൺഫ്യൂഷനാണ്. ഇതെന്താണ്, വാട്ട് ഈസ് ഹാപ്പനിങ്, ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കണേ? ഇതൊന്ന് വ്യക്തമാവണം. മൊത്തത്തിൽ കറങ്ങി തെളിയണമെന്ന് പറയില്ലേ, ഇത് വ്യക്തമാവാണ്ട് നമ്മൾ ആരെക്കുറിച്ച് എന്ത് പറയാനാ? ഉണ്ണി പറയുന്നത് ഉണ്ണിയുടെ സൈഡിൽ നിന്ന് കേൾക്കുമ്പോൾ ഉണ്ണി ശരിയാണെന്ന് തോന്നുന്നു, ഇപ്പുറത്ത് ശ്വേത പറയുന്നത് കേൾക്കുമ്പോൾ ശ്വേത ശരിയാണെന്ന് തോന്നുന്നു, അപ്പുറത്ത് നീന പറയുമ്പോൾ നീന ശരിയാണെന്ന് തോന്നുന്നു. അങ്ങനെ പലവരും അവരവരുടെ അഭിപ്രായങ്ങളും അവരവരുടെ ഉള്ളും തുറന്നു പറയുന്നു. അത് തുറന്നു പറയുന്നോ മറച്ചു പറയുന്നോ ഇതൊന്നും നമുക്കറിയില്ലല്ലോ. നമ്മളെന്ത് ഡിസിഷൻ എടുക്കാൻ കപ്പാസിറ്റി ഉള്ള വലിയവരുണ്ട്. എന്തുകൊണ്ട് അവർ ഇടപെടുന്നില്ല? അതിപ്പോ ഞാൻ എന്ത് പറയാനാ? ഇതിനകത്ത് വലിയേട്ടനുണ്ട്. വലിയേട്ടൻ ഇപ്പൊ പത്മഭൂഷൺ മേടിച്ചു, നമുക്ക് എല്ലാവർക്കും സന്തോഷം. അദ്ദേഹത്തിന് ദൈവ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ, ഇനിയും ഭാരത് രത്ന കിട്ടട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നു. ഇപ്പം ഏറ്റവും സിനിമ ഇൻഡസ്ട്രിയുടെ ടോപ്പിലിരിക്കുന്ന ഒരു മനുഷ്യനാണ് ശ്രീ മമ്മൂട്ടി. മോഹൻലാൽ പോലും അദ്ദേഹത്തിന് ജ്യേഷ്ഠസ്ഥാനമാണ് കൊടുത്തേക്കുന്നത്. അദ്ദേഹത്തിന്റെ അനുജന്മാരെങ്ങനെ വിളിക്കും അങ്ങനെ തന്നെ മോഹൻലാലും വിളിക്കുന്നു. അവർ തമ്മിൽ വളരെ ഒരു സഹോദര്യ ബന്ധമാണ്. അവർ മാത്രമല്ല, എല്ലാവരും. സുരേഷ് ഗോപിയുണ്ട്. ഇടയ്ക്ക് സുരേഷ് കയറി വന്ന് ഇത് തിരുത്താൻ വേണ്ടിയും നന്നാക്കാൻ വേണ്ടിയൊക്കെ കുറേ ശ്രമങ്ങൾ നടത്തി, ഇല്ല എന്നില്ല. സുരേഷ് വന്നതിന് ശേഷം സുരേഷിൻ്റെയും കൂടി അഭിപ്രായമായിരുന്നു കുറെ സ്ത്രീകൾ വരട്ടെ ഭരിക്കട്ടെ എന്നൊക്കെ ഉള്ള ഒരു അഭിപ്രായങ്ങൾ. അപ്പൊ ഇവര് കുറച്ചും എന്താ പറയാ, കേപ്പബിലിറ്റി ഉള്ളവരുണ്ട്. ഇവര് കറക്റ്റ് സമയത്ത് അവിടെ കയറി വന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇതിനൊരു സ്റ്റോപ്പ് ഇടിയിക്കുക, ഒരു ഫുൾ സ്റ്റോപ്പ് ഇടിയിക്കുക. ഇത് ഇപ്പൊ നമ്മളവരെ കുറ്റപ്പെടുത്തുകയല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള 100 കാര്യങ്ങളുണ്ട്. അമ്മ മാത്രമല്ല, അവർക്ക് അവരുടെ സിനിമകളുണ്ട്, അവർ വലിയ വലിയ വ്യക്തികളാണ്, വലിയ കാര്യങ്ങളുണ്ട് അവർക്ക് ചെയ്യാൻ. ആ സമയത്ത് അമ്മയെ വന്ന് കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്ക് പറയാം. അതുകൊണ്ടായിരിക്കാം ലാലും മമ്മൂക്കയൊക്കെ അതിൽ നിന്നൊന്ന് ഒഴിഞ്ഞു നിന്ന്. പക്ഷെ അവർക്ക് ദേ ആർ നോട്ട് ഗെറ്റിംഗ് ടൈം ഫോർ ഇറ്റ്. സമയമില്ല അവർക്ക്. ഇപ്പൊ സുരേഷിനും സമയമില്ല. അപ്പൊ അവരുടെ മനസ്സിലൊക്കെ നല്ലവരായിരിക്കും എന്നുള്ള കുറെ പേരെ അവരും മനസ്സിൽ കണ്ടു. അതിൽ വോട്ട് കൊടുത്ത പലവരും അവരും കണ്ടു. അതില് നല്ലവരെ മാറ്റി നിർത്തി, കുറെ മോശപ്പെട്ടവരെ കൊണ്ടുവന്നു. ഇതിപ്പോ നമുക്ക് ഇതിനകത്തൊക്കെ വാട്ട് ക്യാൻ യു സേ അബൌട്ട് ഇറ്റ്? ഐ ക്യാൻ ഓൺലി ടോക്ക് അബൌട്ട് മൈസെൽഫ്. എനിക്ക് എൻ്റെ വ്യക്തിത്വം, എന്നെക്കുറിച്ച് എനിക്ക് സംസാരിക്കാം. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ എനിക്ക് ഇവിടെ പറയാം. മറ്റൊരാൾ എന്ത് ചെയ്തു, എന്തിന് ചെയ്തു, ഇതൊക്കെ ഞാൻ എങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യും? അതിന് ഒരു ഉത്തരം എൻ്റെ കയ്യിൽ ഇല്ല, ഒരു ഉത്തരമില്ല. ജനറൽ ബോഡി കഴിഞ്ഞ് ബാബുരാജ് വന്നിട്ട് പറയണ്ടായി, അക്കൗണ്ടിങ് ശരിയല്ല, ഒരുപാട് കള്ളക്കണക്കുകൾ അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ അതിൽ നടന്നിട്ടുണ്ടെന്ന്. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അപ്പൊ ഇതിനു മുമ്പുള്ളത് പലതും ഉണ്ടല്ലോ, വിവാദങ്ങളുണ്ടല്ലോ. ഈ കമ്മിറ്റിക്ക് മുമ്പും കണക്കുകൾ ശരിയില്ലാത്ത എത്രയോ കണക്കുകൾ പ്രൂവ് ചെയ്യാൻ കിടക്കുന്നു. അത് ഞാൻ ബാബുരാജനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞ് ബാബുരാജൻ എടുത്തുന്നൊന്നും കേട്ടാ ഞാൻ പറയുന്നത്, അതല്ല ഞാൻ പറയുന്നത്. കണക്കുകൾ അവിടെ കുറെ അപാധകളുണ്ട്. അത് ഈ കമ്മിറ്റിയിൽ മാത്രമല്ല,
ഈ കമ്മിറ്റിക്കാരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കഴിഞ്ഞ കമ്മിറ്റിയിൽ കുറേ അധികം ഫണ്ട്സിന്റെ കണക്കുകൾ വരാനുണ്ട്. അവര് പറയുന്ന ഇവരുണ്ട്. ഇപ്പൊ ഇവര് രണ്ടുപേരും തമ്മിൽ എനിക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ടുപേരും രണ്ടുപേരുടെ കുറ്റങ്ങൾ മറയ്ക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരിത്തേക്കാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് സംഭവിച്ചത്. ശരിക്കും ഒരു ബുദ്ധിപരമായിട്ട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അവര് പറയുന്നത് ഇവര് കള്ളത്തരം കാണിച്ചു എന്ന് പറയുന്നു, ഇവര് പറയുന്നു അവര് കള്ളത്തരം കാണിച്ചു. അപ്പൊ ഇതിനിടയിൽ ഒരു ചെന്നായ ഉണ്ടോ? രണ്ട് മുട്ടനാടുകളെ തമ്മിൽ കൂട്ടി അടിപ്പിച്ച് അതിന്റെ ഒരു ബെനിഫിറ്റ് എടുക്കുന്ന ഒരാള് ബാക്കിലുണ്ടോ? ഒരാളല്ല, അതൊരു കോക്കസ് ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതെപ്പോഴും ഇൻഡസ്ട്രിയിലുണ്ട്. അവരാണ് ചരട് വലിക്കുന്നത്. കുറെ വില്ലന്മാരുണ്ട് ഇതിനകത്ത്, കളിക്കുന്ന വില്ലന്മാരും. സിനിമയ്ക്കകത്ത് മാത്രമല്ല, റിയൽ ലൈഫിൽ മാത്രമല്ല, റിയൽ ലൈഫിലും വില്ലന്മാരായിട്ട് പുറകെ നിന്ന് കളിക്കുന്ന കുറെ ഇനങ്ങളുണ്ട്. അവരുടെ പേരെടുത്ത് പറയാൻ പേരെടുത്ത് കഴിയുമ്പോൾ ഞാൻ എങ്ങനെ പറയും? അവരെന്റെ സുഹൃത്തുക്കളാണ്, എൻ്റെ സഹോദരങ്ങളാണ്. എൻ്റെ വീട്ടിലിപ്പോൾ എൻ്റെ അനുജൻ എത്ര മോശക്കാരനാണെങ്കിലും, അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ എത്ര മോശപ്പെട്ടവനാണെങ്കിലും ഞാൻ അവനോട് പറയും, അല്ലെങ്കിൽ അനിയനോട് പറയും, അല്ലെങ്കിൽ ചേട്ടനോട് പറയും. പുറത്ത് വന്ന് ഞാൻ പറയുമോ എൻ്റെ ചേട്ടൻ ഇങ്ങനെയാണ്, അത് പിന്നെ ഞാൻ സ്വയം എൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തുകയല്ലേ. അത് പേരെടുത്ത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഉണ്ട് മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ വിഷങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. മറ്റുള്ളവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവരെ നമ്മൾ താങ്ങിയില്ല, അവരെ നമ്മൾ സ്തുതിച്ചില്ല, അവരെ കീഴിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വെറുതെ കരിയേപ്പില പോലെ എടുത്തത് കളയും. നമുക്ക് അത്ര യോഗ്യത